Hi everyone, welcome to Stardust Academy. ഞാൻ റോഷ്ന. നമുക്കിന്ന് ലിക്വിഡേഷൻ ഓഫ് കമ്പനീസിലെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻ്റ് ആണ് ചെയ്യാനുള്ളത്. അപ്പം നമ്മൾ ഓൾറെഡി അതിൻ്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ചെക്ക് ചെയ്യാത്തവർ അതൊന്ന് ചെക്ക് ചെയ്തിട്ട് ഇങ്ങോട്ട് തിരിച്ചു വരാം. അപ്പോൾ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റിൽ നമുക്ക് എങ്ങനെയാണ് അതിൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത്, എന്തൊക്കെ കാര്യങ്ങൾ കൺസിഡർ ചെയ്യണം എന്നൊക്കെ നോക്കാം. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ ഇതിൽ ആദ്യം പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഡോക്യുമെന്റ് ആണ് ശരിക്കും സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്തെങ്കിലും ട്രൈബ്യൂണൽ ത്രൂവോ അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വൈൻഡിങ് അപ്പ് ഓർഡർ ഇഷ്യൂ ആവും. അപ്പോൾ വൈൻഡിങ് അപ്പ് ഓർഡർ ഇഷ്യൂ ആയതിനു ശേഷം ഫസ്റ്റ് പ്രിപ്പയർ ചെയ്യേണ്ട ഒരു ഡോക്യുമെന്റ് ആണ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ്. ഇതിൽ എന്താ പറയുന്നത് നോക്കാം. When the tribunal or court has made a winding up order or appointed the official liquidator as provisional liquidator, the directors and officers of the company must prepare and submit within 21 days of the order of liquidation a statement of assets and liabilities to the liquidator of the company in the prescribed form. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ ആദ്യം നമ്മുടെ വൈൻഡിങ് അപ്പിന്റെ ഓർഡർ ഇഷ്യൂ ആയി 21 ദിവസത്തിനുള്ളിൽ നമ്മൾ അപ്പോയിന്റഡ് ആയ ലിക്വിഡേറ്റർ ആരാണോ അയാൾക്ക് കമ്പനിയിലുള്ള ഡോക്യുമെന്റ്സ് കൊടുക്കുകയാണ്. കമ്പനിയിലുള്ള ആരെ പ്രിപ്പയർ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ അതിൻ്റെ ഓഫീസേഴ്സ്. ഇപ്പം ആരാണ് ആ കമ്പനിയിലുള്ള ഡയറക്ടേഴ്സിൻ്റെ ഓഫീസേഴ്സ്, അവരവിടെയുള്ള അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസിൻ്റെ ഒരു സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്തിട്ട് അത് നമ്മൾ ലിക്വിഡേറ്ററിന് കൊടുക്കണം. ഇപ്പൊ ലിക്വിഡേറ്റർ അവിടെ പുതുതായിട്ട് വരുവാണ് അല്ലെ, കമ്പനിയായിട്ട് ഒരു ബന്ധമില്ലാത്തൊരു പേഴ്സൺ ആണ്. അപ്പൊ അയാൾക്ക് അറിയില്ല അവിടെ എന്തൊക്കെ അസറ്റ്സ് ഉണ്ട് എന്തൊക്കെ ലയബിലിറ്റീസ് ഉണ്ടെന്നൊന്നും ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല. അപ്പൊ ആ ഡീറ്റെയിൽസ് നമ്മുടെ ലിക്വിഡേറ്റർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഡോക്യുമെന്റ് ആണ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് എന്ന് പറയുന്നത്. അതിൽ മെയിൻ ആയിട്ട് കാണിക്കുന്നത് അവിടെ എത്ര അസറ്റ്സ് ഉണ്ട്, എന്ത് ലയബിലിറ്റീസ് ഉണ്ട്, അതേപോലെ അസറ്റ്സിൽ എന്തെങ്കിലും നമ്മൾ പ്ലെഡ്ജ് ചെയ്തിട്ടുണ്ടോ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അതിൽ കാണിക്കുന്നത്. അപ്പൊ അത് 21 ഡേയ്സിന്റെ ഉള്ളിൽ കൊടുത്തിരിക്കണം. Such a statement is known as statement of affairs. The statement should show the estimated realizable value of assets, liabilities, rank for payment, and deficiency or surplus as the case may be. അപ്പോൾ അതിനകത്ത് നമുക്ക് റിയലൈസ് ചെയ്യാൻ പറ്റുന്ന അസറ്റ്സിന്റെ വാല്യൂസ്, അതേപോലെ തന്നെ ലയബിലിറ്റീസ് കാണിക്കണം. ലയബിലിറ്റീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് ഓർഡറിലാണ് പേയ്മെന്റ് കൊടുക്കേണ്ടത് ആ ഓർഡറിലുള്ള ലയബിലിറ്റീസ് കാണിക്കണം. അതേപോലെ തന്നെ അവിടെ സർപ്ലസ് ആണോ ഡെഫിഷ്യൻസി ആണോ എന്താ ഉള്ളത് ആ ഡീറ്റെയിൽസ് നമ്മൾ കാണിക്കണം. The objective of preparation of statement of affairs is to give the liquidator a rough idea as to the financial position of the company. ഇപ്പോൾ കമ്പനിയുടെ അവസ്ഥ എന്താണെന്ന് നമ്മുടെ ലിക്വിഡേറ്ററിന് അവിടുത്തെ ഫിനാൻഷ്യൽ പൊസിഷൻ എന്താണെന്ന് നമ്മൾ ലിക്വിഡേറ്ററിന് ഒരു റഫ് ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് പ്രിപ്പയർ ചെയ്യുന്നത്, സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്യുന്നത്. The statement of affairs should accompany the following 8 lists. ഇപ്പോൾ സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സിന്റെ കൂടെ 8 ലിസ്റ്റ് കാണിക്കണം എന്ന് പറയുന്നുണ്ട്. ഇപ്പൊ ലിസ്റ്റ് എയിൽ പറയുന്ന അസറ്റ്സ് നോട്ട് സ്പെസിഫിക്കലി പ്ലെഡ്ജ്ഡ്. അസറ്റ്സ് നമ്മൾ പ്ലെഡ്ജ് ചെയ്യാന്ന് പറഞ്ഞാൽ അസറ്റ് നമ്മൾ സെക്യൂരിറ്റി ആയിട്ട് വെച്ചിട്ട് ലോൺ എടുത്തിട്ടുണ്ടാവും അല്ലെ, അല്ലെങ്കിൽ ആർക്കെങ്കിലും നമ്മൾ അതിന്റെ മേലെ ഒരു റൈറ്റ് കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെയൊന്നും ചെയ്യാത്ത ഫ്രീ ആയിട്ട് കിടക്കുന്ന അസറ്റ്സ് ആണ് ഒന്നാമത്തെ ലിസ്റ്റിൽ വേണ്ടത്. അസറ്റ്സ് നോട്ട് സ്പെസിഫിക്കലി പ്ലെഡ്ജ്ഡ്. ഇനി രണ്ടാമത്തെ വേണ്ട അസറ്റ്സ് സ്പെസിഫിക്കലി പ്ലെഡ്ജ്ഡ് ആൻഡ് ഫുള്ളി സെക്യൂർഡ് ഓർ പാർട്ട്ലി സെക്യൂർഡ് ക്രെഡിറ്റേഴ്സ്. അതേപോലെ തന്നെ അസറ്റ്സ് നമ്മൾ ആർക്കെങ്കിലും പ്ലെഡ്ജ് ചെയ്തിട്ടുണ്ടോ, അതേപോലെ തന്നെ നമ്മൾ അത് ആർക്കാണോ പ്ലെഡ്ജ് ചെയ്തിരിക്കുന്നത് അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഫുള്ളി സെക്യൂർഡ് പാർട്ട്ലി സെക്യൂർഡ് ക്രെഡിറ്റേഴ്സ്. ആർക്കാണ് നമ്മൾ സെക്യൂരിറ്റി ആയിട്ട് കൊടുത്തിരിക്കുന്നത്, ഫുള്ളി നമുക്ക് കൊടുക്കാം അല്ലെങ്കിൽ പാർട്ട്ലി കൊടുക്കാം. അപ്പം അതിൻ്റെ ഡീറ്റെയിൽസ് വേണം. പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ് ഫോർ റേറ്റ്സ്, ടാക്സ് എക്സെട്ര. നെക്സ്റ്റ് വരുന്നത് പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ് ആണ്. പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള ക്രെഡിറ്റേഴ്സിന് കൊടുക്കുന്നതിന് മുന്നേ ഇവർക്ക് കൊടുക്കാൻ ഒരു പ്രിഫറൻസ് ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ക്രെഡിറ്റേഴ്സിനാണ് നമ്മൾ പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സിന്റെ ലിസ്റ്റ് വേണം. ലിസ്റ്റ് ഓഫ് ഡിബഞ്ചർ ഹോൾഡേഴ്സ് സെക്യൂർഡ് ബൈ എ ഫ്ലോട്ടിംഗ് ചാർജ് ഓൺ ഓൾ അസറ്റ്സ്. നെക്സ്റ്റ് വരുന്ന ഡിബഞ്ചർ ഹോൾഡേഴ്സ് ആണ്. അപ്പൊ ഡിബഞ്ചർ ഹോൾഡേഴ്സിന് അതേപോലെ ഒരു പ്രിഫറൻസ് ഉണ്ടാവും, അവർക്ക് ഒരു ചാർജ് ഉണ്ടാവും എല്ലാ അസറ്റ്സിന്റെ മേലെയും. സിംപ്ലി പറയാന്ന് വെച്ചാൽ ഫ്ലോട്ടിംഗ് ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ അസറ്റ്സിന്റെ മേലെയും അവർക്ക് ഒരു റൈറ്റ് ഉണ്ടെന്ന് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. നെക്സ്റ്റ് അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സ്. അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഈ ഒരു സെക്യൂരിറ്റി ഒന്നും വെക്കാതെ ഉള്ള ക്രെഡിറ്റേഴ്സ് ആണ്. നെക്സ്റ്റ് ലിസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്. അത് കഴിഞ്ഞിട്ട് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന്റെ ലിസ്റ്റ് കൊടുക്കണം. ലിസ്റ്റ് ഓഫ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്, പിന്നെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന്റെ ലിസ്റ്റ്. ലാസ്റ്റ് ഡെഫിഷ്യൻസി ഓഫ് സർപ്ലസ്.
ഇത് കഴിഞ്ഞാൽ നമുക്ക് ഡെഫിഷ്യൻസിയോ അല്ലെങ്കിൽ സർപ്ലസോ ഇതെല്ലാ പേയ്മെൻറ്റും കൊടുത്ത് എല്ലാ അസറ്റ്സും റിയലൈസ് ചെയ്ത് എല്ലാ പേയ്മെൻറ്റും കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നമുക്ക് ബാലൻസ് ഉണ്ടോ അതോ നമുക്ക് ഡെഫിഷ്യൻസി ആണോ വരുന്നത് അതിൻ്റെ ഡീറ്റെയിൽസും എന്നുവെച്ചാൽ സ്വന്തം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലിക്വിഡേറ്റർക്ക് എന്താണോ ചെയ്യാനുള്ള അതിൻ്റെ ഒരു റഫ് ആയിട്ടുള്ള വർക്കാണ്. ഇപ്പോൾ അസറ്റ്സ് പ്ലെഡ്ജ് ചെയ്തിട്ടുണ്ടെങ്കിൽ ലിക്വിഡേറ്റർക്ക് അറിയണം ഏതാണ് പ്ലെഡ്ജ് ചെയ്തത്, ഏതൊക്കെ അസറ്റാണ് നമ്മളിപ്പോൾ ബാങ്കിലേക്ക് നമ്മൾ പ്ലെഡ്ജ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ആ പ്ലെഡ്ജ് ചെയ്തതിൻ്റെ വാല്യൂ കൊടുത്ത് ബാക്കി അസറ്റ് മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ അല്ലേ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ലിക്വിഡേറ്ററിനെ അറിയണം. ഇനി ഇതൊന്നും ഇല്ലാതെ ഫ്രീ ആയിട്ട് സെയിൽ ചെയ്യാൻ പറ്റുന്ന അസറ്റ്സ് എത്രയാണ്, അതിനെ റിയലൈസ് ചെയ്യാൻ പറ്റുന്ന വാല്യൂ എന്താണ്, അതുപോലെ ആർക്കൊക്കെ പേയ്മെന്റ് കൊടുക്കണം, ആർക്കൊക്കെ പ്രിഫറൻസ് കൊടുക്കണം, പിന്നെ ഡിബഞ്ചർ ഹോൾഡേഴ്സ് ആരൊക്കെയാണ്, ഇതിന്റെ ഒക്കെ ഒരു ലിസ്റ്റ് ആണ് നമ്മളെ സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സിൽ വരുന്നത്. അപ്പൊ ഈ ഓർഡറിൽ തന്നെ ലിസ്റ്റ് ABCDEFGH എന്ന് പറഞ്ഞിട്ടുള്ള ലിസ്റ്റ് ആയിട്ടാണ് ശരിക്കും നമ്മൾ ഈ ഡീറ്റെയിൽസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി ഇതിൽ നമ്മൾ ലിസ്റ്റ് എച്ചിൽ പറഞ്ഞിരിക്കുന്ന ഡെഫിഷ്യൻസി അക്കൗണ്ട് അതിനെ പറ്റിയാണ് പറയുന്നത്. ദിസ് അക്കൗണ്ട് ഇസ് പ്രിപ്പയർഡ് ടു എക്സ്പ്ലെയിൻ ഇൻ എ നട്ട്ഷെൽ ഹൗ ദ കമ്പനി ലോസ് മണി ഡ്യൂറിങ് ഇറ്റ്സ് എക്സിസ്റ്റൻസ്. ഇപ്പോൾ ഡെഫിഷ്യൻസി ആണെങ്കിലും സർപ്ലസ് ആണെങ്കിലും അത് എങ്ങനെ വന്നു എന്നതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ആണ് ശരിക്കും അതിൽ കാണിക്കുന്നത്. It explains the reason for arising surplus or deficiency. It is divided into two parts. അപ്പോൾ അതിൽ എങ്ങനെയാണ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിനെ രണ്ട് പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് പാർട്ടിൽ പറയുന്നത് ഡെഫിഷ്യൻസി ആണ്. ഒരു ഡേറ്റിൽ ഡെഫിഷ്യൻസി എന്ന് ഉദ്ദേശിക്കുന്നത് എക്സസ് ഓഫ് ക്യാപിറ്റൽ ലയബിലിറ്റീസ് ഓർ അസറ്റ്സ്. അപ്പോൾ അസറ്റ്സിനെക്കാട്ട് കൂടുതൽ നമ്മുടെ ക്യാപിറ്റലും ലയബിലിറ്റീസ് വരുവാണെങ്കിൽ ആ ടേമിനാണ് നമ്മൾ ഡെഫിഷ്യൻസി എന്ന് പറയുന്നത് അല്ലേ. അപ്പം ആ സിറ്റുവേഷൻ വരുവാണെങ്കിൽ അസറ്റ്സ് സെയിൽ ചെയ്തിട്ട് നമുക്ക് ഈ ലയബിലിറ്റീസും ക്യാപിറ്റൽ റീപേയ്മെൻറ്റും ഒന്നും നടക്കില്ല. അങ്ങനത്തെ സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ ഡെഫിഷ്യൻസി എന്ന് പറയും. അപ്പോൾ ആ ഒരു എമൗണ്ട് കാണിക്കും. ആൻഡ് കണ്ടെയ്ൻസ് എവറി ഐറ്റം ദാറ്റ് ഇൻക്രീസസ് ഡെഫിഷ്യൻസി. ഈ ഡെഫിഷ്യൻസിയെ ഇൻക്രീസ് ചെയ്യുന്ന എല്ലാത്തരം ലോസസ് നമ്മളവിടെ കാണിക്കും. അപ്പോൾ അതാണ് ഫസ്റ്റ് പാർട്ടിൽ. സെക്കൻഡ് പാർട്ടിൽ കാണിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ സെക്കൻഡ് പാർട്ട് സ്റ്റാർട്ട്സ് വിത്ത് ദ സർപ്ലസ് ഓൺ ദ ഗിവൺ ഡേറ്റ്. ഇനിയിപ്പോൾ അത് ഡെഫിഷ്യൻസി തന്നെ വരണം എന്നില്ലല്ലേ, നമുക്ക് സർപ്ലസ് വരാനുള്ള സിറ്റുവേഷൻസ് ഉണ്ട്. അപ്പോൾ സർപ്ലസ് ആ വരുന്നെങ്കിൽ സെക്കൻഡ് പാർട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ സർപ്ലസ് വെച്ചിട്ടാണ്. സർപ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസറ്റ്സ് ആയിരിക്കും കൂടുതൽ ക്യാപിറ്റൽ ലയബിലിറ്റീസിനെ കാട്ടിയും നമ്മളെ ബാലൻസ് ഷീറ്റിലെ ലയബിലിറ്റീസ് അതിനെ കാട്ടി കൂടുതൽ നമുക്ക് അസറ്റ്സ് വരുന്ന സിറ്റുവേഷനാണ്. അപ്പോൾ അതിന് നമുക്ക് സർപ്ലസ് എന്ന് പറയാം. അപ്പം അങ്ങനെയാണെങ്കിൽ സർപ്ലസ് നമ്മൾ സെക്കൻഡ് പാർട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന സർപ്ലസ് വെച്ചിട്ടായിരിക്കും അതിൻ്റെ കൂടെ ബാക്കി എല്ലാ പ്രോഫിറ്റ്സും അതെല്ലാം ആഡ് ചെയ്യും. അപ്പം നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ കാണിക്കുന്ന ഡെഫിഷ്യൻസിയും എല്ലാതരം ലോസസും അതാണല്ലോ ഡെഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യുന്ന ഐറ്റംസ്. സെക്കൻഡ് പാർട്ടിനകത്ത് കാണിക്കുന്നത് നമ്മൾ സർപ്ലസും അതേപോലെ തന്നെ അതിൻ്റെ കൂടെ എല്ലാതരം പ്രോഫിറ്റ്സും കാണിക്കും. അപ്പം ഇതിൻ്റെ ഡിഫറൻസ് എടുക്കും നമ്മൾ. അപ്പോൾ ഈ ഡിഫറൻസിനാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഡെഫിഷ്യൻസി ആണോ സർപ്ലസ് ആണോ എന്ന് തീരുമാനിക്കുന്നത്. വിച്ച് മസ്റ്റ് എഗ്രി വിത്ത് ദ വൺ ഷോൺ ബൈ ദ സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ്. ഇപ്പോൾ സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സിൽ നമ്മൾ ഡെഫിഷ്യൻസിയോ സർപ്ലസ് കാണിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഡെഫിഷ്യൻസി അക്കൗണ്ടിലും ആ ഡെഫിഷ്യൻസിയോ സർപ്ലസിൽ കാണിക്കുന്ന എമൗണ്ടും സെയിം ആയിരിക്കണം. അതിനകത്ത് നമ്മളിപ്പം അസറ്റ്സ് അതിൻ്റെ അകത്തുനിന്ന് ലയബിലിറ്റീസും ഒക്കെ മൈനസ് ആയിട്ടായിരിക്കും ഡെഫിഷ്യൻസി കണ്ടുപിടിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഡെഫിഷ്യൻസി നമ്മൾ ഇവിടെ കാണിച്ചിരിക്കുന്ന ഡെഫിഷ്യൻസിയും സെയിം ആയിരിക്കണം. ദിസ് സ്റ്റേറ്റ്മെന്റ് ഷുഡ് ബി സബ്മിറ്റഡ് ബൈ ദ ഓഫീസേഴ്സ് ആൻഡ് ഡയറക്ടേഴ്സ് ഓഫ് ദ കമ്പനി അലോങ് വിത്ത് ദ സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ്. ഇപ്പോൾ സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സിന്റെ കൂടെ തന്നെ നമ്മൾ ഈ ഡെഫിഷ്യൻസി അക്കൗണ്ടും കാണിച്ചിരിക്കണം. അപ്പം ഇതാണ് ഡെഫിഷ്യൻസി അക്കൗണ്ട് എന്ന് പറഞ്ഞത്. ഡെഫിഷ്യൻസി ഓർ സർപ്ലസ് അക്കൗണ്ട് ആണ് ആക്ച്വലി വരുന്നത്. സർപ്ലസ് ആവാം അല്ലെങ്കിൽ ഡെഫിഷ്യൻസി ആവാം നമുക്ക് കിട്ടുന്ന അൾട്ടിമേറ്റ് ആൻസർ. ഇനി നെക്സ്റ്റ് ഒരു ടേം നമുക്ക് നോക്കാനുള്ളത് കോൺട്രിബ്യൂട്ടറി എന്നാണ്. കോൺട്രിബ്യൂട്ടറി എന്ന് നമ്മൾ സിംപ്ലി പറയുകയാണെങ്കിൽ ഷെയർ ഹോൾഡർ ആണ്. എ കോൺട്രിബ്യൂട്ടറി ഈസ് എവറി പേഴ്സൺ ലയബിൾ ടു കോൺട്രിബ്യൂട്ട് ടു ദ അസറ്റ്സ് ഓഫ് ദ കമ്പനി ഇൻ ദ ഇവന്റ് ഓഫ് ഇറ്റ്സ് ബീയിങ് വൗണ്ട് അപ്പ് ആൻഡ് ഇൻക്ലൂഡ്സ് എനി ഹോൾഡർ ഓഫ് ഷെയർസ് വിച്ച് ആർ ഫുള്ളി പെയ്ഡ് അപ്പ്. ഫുള്ളി പെയ്ഡ് അപ്പ് ആയിട്ടുള്ള ഷെയർസ് ഹെൽഡ് ചെയ്യുന്ന എല്ലാ പേഴ്സണെയും അതേപോലെ തന്നെ വൈൻഡിങ് അപ്പിന്റെ സമയത്ത് നമ്മൾ അസറ്റ്സിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടതായി വരുന്ന എല്ലാ പേഴ്സണെയും നമുക്ക് കോൺട്രിബ്യൂട്ടറി എന്ന് പറയാം. അപ്പോൾ ആ കോൺട്രിബ്യൂട്ടറുടെ റൈറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് നമുക്ക് പറഞ്ഞിട്ടുണ്ട്. സബ്ജക്ട് ടു ദ ഫോളോയിങ് ലിമിറ്റേഷൻസ്. അതെന്താന്ന് നോക്കാം. ലയബിലിറ്റി, ഒരു കോൺട്രിബ്യൂട്ടറുടെ ലയബിലിറ്റീസ് എന്താണ് മാക്സിമം വരുന്നത്. ഒന്നാമത്തെ, ഇൻ ദ കേസ് ഓഫ് എ കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർ. കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർ ആണെങ്കിൽ എ കോൺട്രിബ്യൂട്ടറി കനോട്ട് ബി ആസ്ക്ഡ് ടു പേ മോർ ദാൻ ദ അൺപെയ്ഡ് എമൗണ്ട് ഓൺ ദ ഷെയർസ് ഹെൽഡ് ബൈ ഹിം. അപ്പോൾ കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർ ആണെങ്കിൽ അവർക്ക് ആ ഷെയറിന്റെ വാല്യൂ എത്രയാണ് അത്ര മാത്രമേ അവരുടെ ലയബിലിറ്റി വരുള്ളൂ. അപ്പോൾ ആ സമയത്ത് ഇപ്പോൾ ഒരു കമ്പനിയുടെ ഷെയറിന്റെ വാല്യൂ 10 rupees ആണ്. അതിന് പോലെ 8 വരെ നമ്മൾ പെയ്ഡപ്പ് ചെയ്തിട്ടുള്ളൂ അല്ലെങ്കിൽ കോൾ ചെയ്തിട്ടുള്ളൂ എങ്കിൽ ബാക്കി 2 രൂപ നമുക്ക് ആ സമയത്ത് വിളിക്കാം.
അതായിരിക്കും അവരുടെ ലാബിലിറ്റി എന്ന് പറഞ്ഞാൽ അത് കോൺട്രിബ്യൂട്ട് ചെയ്യണം, അത് മാത്രമേ അവർക്ക് ലാബിലിറ്റി വരുന്നുള്ളൂ ലിമിറ്റഡ് ബൈ ഷെയർസ് ആണെങ്കിൽ. രണ്ടാമത്തെ പാസ്റ്റ് മെമ്പർ ഈസ് നോട്ട് ലയബിൾ ടു കോൺട്രിബ്യൂട്ട് അൺലെസ് ദ പ്രസന്റ് മെമ്പർ ഹാവ് ബീൻ കോൾഡ് അപ്പോൺ ടു കോൺട്രിബ്യൂട്ട് ടു ദ ഫുള്ളസ്റ്റ് എക്സ്റ്റെന്റ് ടു വിച്ച് ദേ ക്യാൻ ബി സോ ആസ്ഡ്. ഇപ്പോൾ ഒരു പാസ്റ്റ് മെമ്പറിനെ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർ കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ട സിറ്റുവേഷൻ വരുന്നില്ല. എപ്പോഴാണ് വരുന്നതെന്ന് വെച്ചാൽ പ്രസന്റ് മെമ്പർ ഹാവ് ബീൻ കോൾഡ് അപ്പോൺ ടു കോൺട്രിബ്യൂട്ട് ദ ഫുള്ളസ്റ്റ് എക്സ്റ്റെന്റ് ടു വിച്ച് ദേ ക്യാൻ ബി സോ ആസ്ഡ്. അപ്പൊ അവരോട് ഇപ്പൊ പ്രസന്റ് മെമ്പറിനോട് എത്രയാണോ അവരോട് പേ ചെയ്യാൻ പറയുന്നത് അങ്ങനത്തെ സിറ്റുവേഷനിൽ വരുവാണെങ്കിൽ മാത്രമേ നമുക്ക് പാസ്റ്റ് മെമ്പർ ലയബിലിറ്റി വരുന്നുള്ളൂ. പ്രസന്റ് മെമ്പറിന്റെ അടുത്ത് അവർ പേഡപ്പ് അല്ലാത്തതിന്റെ ഒരു പാർട്ട് പേ അപ്പ് ചെയ്യാൻ പറയുന്ന സിറ്റുവേഷൻസിൽ മാത്രം. Next, a past member who has ceased to be a member for at least 1 year before the commencement of winding up is not liable to contribute. ഇപ്പോൾ ഒരു പാസ്റ്റ് മെമ്പർ ഉണ്ട്, അയാളിപ്പോൾ മെമ്പർ അല്ല, അങ്ങനത്തെ സിറ്റുവേഷൻ ആണെങ്കിൽ ഒരു വർഷത്തോളമായിട്ട് അയാൾ മെമ്പർ അല്ലെങ്കിൽ അവർക്ക് അത് കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. എ പാസ്റ്റ് മെമ്പർ ഈസ് നോട്ട് ലയബിൾ ഇൻ റെസ്പെക്ട് ഓഫ് എനി ലയബിലിറ്റി ഓഫ് ദ കമ്പനി ഇൻകേർഡ് ആഫ്റ്റർ ഹി സീസ് ടു ബി എ മെമ്പർ. അപ്പോൾ പാസ്റ്റ് മെമ്പറിന് എന്ത് ചെയ്യാൻ പറ്റില്ല, അയാൾ മെമ്പർ ആയ ആ സിറ്റുവേഷൻ കഴിഞ്ഞു എന്ന് വെച്ചാൽ മെമ്പർ അല്ലാതെ ഇരിക്കുന്ന ആ ടൈമിൽ വരുന്ന ഒരു ലാബിലിറ്റിക്കും അയാൾക്ക് റെസ്പോൺസിബിലിറ്റി ഇല്ല. അയാൾ മെമ്പർ ആയിരിക്കുന്ന സമയത്ത് വന്നിരിക്കുന്ന ഒരു ലാബിലിറ്റി ആണെങ്കിൽ മാത്രമേ അയാൾക്ക് അതിന്റെ മേലെ റെസ്പോൺസിബിലിറ്റി വരുള്ളൂ. Next, a member of a company whose liability is limited by guarantee is not liable to pay more than the amount of guarantee. ഇനി നമുക്ക് കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസിന്റെ കാര്യം പറഞ്ഞു. ഇനി കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി. കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഷെയർ ഹോൾഡർ അല്ലെങ്കിൽ മെമ്പറിനോട് പറയാണ് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുവാണെങ്കിൽ നിങ്ങൾ മാക്സിമം ഇത്ര എമൗണ്ട് പേ ചെയ്യാൻ എന്നൊരു ഗ്യാരണ്ടി തരണം എന്ന്. ഇപ്പോൾ ഒരാൾ നിങ്ങൾ 1000 rupees പേ ചെയ്യേണ്ടി വരാം. അപ്പം അയാൾക്ക് മാക്സിമം വരുന്ന ലയബിലിറ്റി എന്ന് പറയുന്ന ആ 1000 rupees മാത്രമാണ്. കമ്പനി ലിമിറ്റഡ് ബൈ ഷെയറിന്റെ കേസിലല്ല ഇത് പറയുന്നത്, കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടിയുടെ കേസിലാണ്. അപ്പോൾ അതിൽ ഓരോരാൾക്കും ഓരോ ഗ്യാരണ്ടി ഉണ്ടാവും, ഇത്ര എമൗണ്ട് പേ ചെയ്തോളാന്ന് പറഞ്ഞിട്ട് ഒരു ഗ്യാരണ്ടി അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കും. അങ്ങനെയാണെങ്കിൽ ആ ഗ്യാരണ്ടിയിൽ പറഞ്ഞിരിക്കുന്ന എമൗണ്ട് എത്രയാണോ അത്രയും പാർട്ട് ഓഫ് എമൗണ്ട് മാത്രമേ അയാൾ അൾട്ടിമേറ്റ്ലി മാക്സിമം അയാൾ പേ ചെയ്യേണ്ടി വരുള്ളൂ. അത് പേ ചെയ്യണം നിർബന്ധമില്ല, ബിക്കോസ് ചിലപ്പം അത്രയും നമുക്ക് അവിടെ ആവശ്യമില്ലെങ്കിൽ ആ മാക്സിമം എമൗണ്ടിൽ റീച്ച് ചെയ്യണം എന്നില്ല. പക്ഷെ മാക്സിമം എന്ത് വന്നു കഴിഞ്ഞാൽ മാക്സിമം അവർ പറഞ്ഞിരിക്കുന്ന ആ ഗ്യാരണ്ടി പറഞ്ഞിരിക്കുന്ന എമൗണ്ടിന്റെ അത്ര മാത്രമേ ലാസ്റ്റ് ആയിട്ട് നമുക്ക് എമൗണ്ട് പേ ചെയ്യേണ്ടി വരുള്ളൂ. ഇനി നെക്സ്റ്റ് ഒരു ടേം നമ്മൾ കണ്ടിട്ടുണ്ടായത് പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ് ആണ്. അതെന്താ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ് ആർ ദോസ് unsecured creditors who are paid in priority to creditors having a floating charge and other non-preferential unsecured creditors. ഇപ്പോൾ പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒരു പ്രയോറിറ്റി ഉണ്ട് പേയ്മെന്റ് റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ പ്രയോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലോട്ടിംഗ് ചാർജോ അതേപോലെ തന്നെ സെക്യൂർഡ് ആയ ക്രെഡിറ്റേഴ്സിന് കഴിഞ്ഞിട്ട് അവർക്ക് ആ പ്രയോറിറ്റി വരുള്ളൂ. സെക്യൂർഡ് ആണെങ്കിൽ അവർക്ക് ആദ്യം കൊടുക്കണം, അതിൽ ഫ്ലോട്ടിംഗ് ചാർജസ് ഉള്ളവർക്ക് കൊടുക്കണം. അതൊക്കെ കഴിഞ്ഞിട്ട് നോർമൽ അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സിന് കൊടുക്കുന്നതിൽ തന്നെ ഒരു പ്രിഫറൻസ് കിട്ടുന്ന ആൾക്കാരാണ് പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇൻ അതർ വേർഡ്സ്, പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ് ആർ ഇൻ ദ നേച്ചർ ഓഫ് unsecured creditors who have priority of claim over other unsecured creditors as per the provisions of the Act. അപ്പൊ ഇവരും അൺസെക്യൂർഡ് തന്നെയാണ്, ഇവർക്ക് സെക്യൂരിറ്റി ഒന്നുമില്ല, ഫ്ലോട്ടിംഗ് ചാർജ് ഒന്നും ഇല്ല, അൺസെക്യൂർഡ് തന്നെയാണ്. അൺസെക്യൂർഡിൽ തന്നെ ഒരു പ്രിഫറൻസ് കിട്ടുന്ന പാർട്ട് ഓഫ് ക്രെഡിറ്റേഴ്സിനാണ് നമ്മൾ പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത്. ദ സെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് ആൻഡ് വർക്ക്മെൻസ് ക്ലെയിംസ് കം ഫസ്റ്റ്. അതേപോലെ തന്നെ അതിൽ നമുക്ക് ആദ്യം വരുന്നത് സെക്യൂർഡ് ആയിട്ടുള്ള ക്രെഡിറ്റേഴ്സ്, അതിൽ വർക്ക്മെന്റെ ക്ലെയിം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഫസ്റ്റ് വരും. ദെൻ കംസ് കോസ്റ്റ് ഓഫ് ഫൈൻഡിങ് അപ്പ്, അത് കഴിഞ്ഞിട്ട് കോസ്റ്റ് ഓഫ് ഫൈൻഡിങ് അപ്പ് വരും. വാട്ട് എവർ മണി ആൻഡ് അസറ്റ്സ് ആർ ലെഫ്റ്റ് thereafter will be applied in paying the following debts as preferential creditors. അപ്പോൾ ഇത് രണ്ടും കഴിഞ്ഞിട്ടുള്ളത് നമ്മൾ താഴെ പറഞ്ഞിരിക്കുന്ന ഒക്കെ പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ് എന്നുള്ള രീതിയിൽ പേയ്മെന്റ് കൊടുത്തിരിക്കും. Preferential creditors rank equally among themselves and must be paid in full unless the assets are not sufficient to meet their claims. അപ്പൊ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഒരു പോയിന്റ്സ് ഉണ്ട്. അപ്പൊ അത് റാങ്ക് ഓർഡറിലൊന്നല്ല, എല്ലാവർക്കും ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ് കൊടുക്കേണ്ടത്. അപ്പൊ എല്ലാവരുടെയും പേയ്മെന്റ് നമ്മൾ ഒരുപോലെ തന്നെ മീറ്റ് ചെയ്തിരിക്കണം. നമ്മളെ കയ്യിൽ അത്രയും പേയ്മെന്റ് കൊടുക്കാനുള്ള സഫീഷ്യന്റ് ആയിട്ടുള്ള അസറ്റ്സോ ക്യാഷോ ഉണ്ടെങ്കിൽ. അപ്പൊ അതിൽ ഒന്നാമത്തെ പറയുന്ന ഓൾ റവന്യൂ ടാക്സസ് സെസ്സസ് ആൻഡ് റേറ്റ്സ് ഡ്യൂ ടു ദ സെൻട്രൽ ഗവൺമെന്റ് ഓർ സ്റ്റേറ്റ് ഗവൺമെന്റ് ഓർ ലോക്കൽ അതോറിറ്റി. ലോക്കൽ അതോറിറ്റീസിനോ ഗവൺമെന്റിനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സെൻട്രൽ ഗവൺമെന്റ് സ്റ്റേറ്റ്മെന്റ് ആർക്കെങ്കിലും കൊടുക്കാനുള്ള എന്തെങ്കിലും ഒരു പേയ്മെന്റ്.
സെസ് ആവാം, ടാക്സ് ആവാം, റേറ്റ്സ് ആവാം, അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു പേയ്മെന്റ് കൊടുക്കാനുണ്ടെങ്കിൽ the amount should have become due and payable within 12 months before the winding up order. ഇപ്പോൾ വൈൻഡിങ് അപ്പ് ഓർഡറിന് മുന്നേ ഡ്യൂ ആയതായിരിക്കണം, അതേപോലെ തന്നെ 12 മന്ത്സിനുള്ളിൽ പേ ചെയ്യേണ്ടതുമായിരിക്കണം ഈ പറഞ്ഞിരിക്കുന്ന ഐറ്റംസ്. അങ്ങനെയാണെങ്കിൽ അവരെ നമുക്ക് പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ് എന്ന് വിളിക്കാം. നെക്സ്റ്റ് പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സിൽ വരുന്നത് all wages or salaries of an employee due for a period not exceeding 4 months. അപ്പോൾ ഒരാളുടെ അതിൽ വേജസും സാലറീസും പറയുന്നത് ഡ്യൂ ഫോർ എ പീരിയഡ് നോട്ട് എക്സീഡിങ് 4 മന്ത്സ്. അപ്പോൾ 4 മന്ത്സിൽ കൂടുതലല്ലാത്ത രീതിയിൽ ഡ്യൂ ആയിരിക്കുന്ന എന്തെങ്കിലും പേയ്മെന്റ്സ് ഉണ്ടെങ്കിൽ എംപ്ലോയീസിന് കൊടുക്കേണ്ടത് വെച്ചാൽ വേജസും സാലറീസും. ദ വേജസ് ഓർ സാലറീസ് ഫോർ 4 months must be due within 12 months before the relevant date. അപ്പോൾ ഈ റെലവൻറ്റ് ഡേറ്റ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഡേറ്റിന് മുന്നേ നമ്മൾ 12 മന്ത്സിൻ്റെ ഇടയിലെങ്കിലും ഡ്യൂ ആയതായിരിക്കണം. ദ എമൗണ്ട് ഷാൾ നോട്ട് എക്സീഡ് 20,000 ഫോർ വൺ ക്ലെയിമന്റ്. അപ്പോൾ ഒരാൾക്ക് 20,000 കൂടാത്ത രീതിയിലുള്ള പേയ്മെന്റും ആയിരിക്കണം. അപ്പോൾ തന്നെ നമ്മൾ പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ് എന്ന് പറയും. നെക്സ്റ്റ് accrued holiday remuneration which has become payable to an employee or in case of his death to any other person. പിന്നെ ഹോളിഡേ റെമ്യൂണറേഷൻ ഉണ്ടാവും. അപ്പോൾ ആ ഹോളിഡേ റെമ്യൂണറേഷൻ ഓൾറെഡി അക്രൂ ആയി ഡ്യൂ ആയി കിടക്കുന്ന ഹോളിഡേ റെമ്യൂണറേഷൻ ഉണ്ടെങ്കിൽ അത് എംപ്ലോയിക്ക് കൊടുക്കുന്നതായിരിക്കും. ഇനിയിപ്പോൾ എംപ്ലോയിയുടെ ഡെത്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ വേറൊരു പേഴ്സണും അത് റിസീവ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. അപ്പം അങ്ങനത്തെ സിറ്റുവേഷനിൽ വരുന്ന അക്രൂഡ് ഹോളിഡേ റെമ്യൂണറേഷൻ. Next, all amount due in respect of contribution payable by the company as employer under any law such as Employees State Insurance Act 1948. ഇത് കൂടാതെ എംപ്ലോയീസിന് കൊടുക്കേണ്ടത് എന്നുവെച്ചാൽ ഈ കമ്പനി എംപ്ലോയർ എന്നുള്ള ആ ഒരു റൈറ്റിൽ ആ ഒരു പൊസിഷനിലിരിക്കുമ്പോൾ കൊടുക്കേണ്ടതായ പേയ്മെന്റ്സ് എന്ന് വെച്ചാൽ എംപ്ലോയീസിന് കൊടുക്കേണ്ട പേയ്മെന്റ്സ്. അതിൽ ഫോർ എക്സാമ്പിൾ പറയുന്ന എംപ്ലോയീസിന്റെ സ്റ്റേറ്റ് ഇൻഷുറൻസ് ആക്ട് പ്രകാരം അങ്ങനെ എന്തെങ്കിലും ഒരു ആക്ട് പ്രകാരം എംപ്ലോയീസിന് കൊടുക്കേണ്ടതായ അതേപോലെ ഡ്യൂ ആയി കിടക്കുന്ന എന്തെങ്കിലും എമൗണ്ട് ഉണ്ടെങ്കിൽ അതും നമ്മളെ പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ് ആണ്. Compensation payable under the Workmen's Compensation Act 1923 in respect of death or disablement of any officer or employee of the company. ഇപ്പോൾ എംപ്ലോയിയുടെ ഡെത്തോ അല്ലെങ്കിൽ ഡിസബിലിറ്റിയോ എന്തെങ്കിലും വരുവാണെങ്കിൽ അതിന് നമ്മൾ കോമ്പൻസേഷൻ കൊടുക്കും. അപ്പോൾ കോമ്പൻസേഷൻ കൊടുക്കേണ്ടത് വർക്ക്മെൻ കോമ്പൻസേഷൻ ആക്ട് പ്രകാരമാണ്. അപ്പോൾ അങ്ങനെ കൊടുക്കേണ്ടതായ ഒരു പേയ്മെന്റ് വല്ലതും ഉണ്ടെങ്കിൽ അതും നമുക്ക് പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ് ആയിട്ട് വെച്ചാൽ അതിന് ഒരു പ്രിഫറൻസ് കൊടുക്കണം ബാക്കിയുള്ളവരുടെ പേയ്മെന്റ് കൊടുക്കുന്നതിന് മുന്നേ. All sum due to any employee from the provident fund, pension fund, gratuity fund or any fund for the welfare of the employee maintained by the company. അതുപോലെ തന്നെ എംപ്ലോയീസിന് വേണ്ടി കമ്പനി മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന എന്തെങ്കിലും ഫണ്ടിലെ പേയ്മെന്റ് കൊടുക്കാനുണ്ടെങ്കിൽ ഫോർ എക്സാമ്പിൾ പറയുന്ന പ്രൊവിഡന്റ് ഫണ്ട്, പെൻഷൻ ഫണ്ട്, ഗ്രാറ്റുവിറ്റി ഫണ്ട് അതുപോലെ എന്തെങ്കിലും ഒരു ഫണ്ടിന്റെ പേയ്മെന്റ് ഡ്യൂ ആയി കിടക്കുവാണെങ്കിൽ അതും അത് നമ്മൾ പ്രിഫറൻഷ്യൽ ക്രെഡിറ്റർ എന്നുള്ള രീതിയിൽ പേയ്മെന്റ് കൊടുക്കണം. എനി എക്സ്പെൻസ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ഹെൽഡ് ഇൻ പെർസുവൻസ് ഓഫ് Section 235 or 237 in so far as they are payable by the company. അതേപോലെ തന്നെ എന്തെങ്കിലും എക്സ്പെൻസ് ഇൻവെസ്റ്റിഗേഷൻ ഹെൽഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എക്സ്പെൻസസ് അപ്പോൾ സെക്ഷൻ 235, 237 പ്രകാരം എന്തെങ്കിലും ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള എക്സ്പെൻസസ് സോ ഫാർ ആസ് ദേ ആർ പേയബിൾ ബൈ ദ കമ്പനി. അത് കമ്പനി പേയബിൾ ആയിരിക്കുന്ന എത്രയും എമൗണ്ട് ആണോ അത്രയും എമൗണ്ട് മാത്രം. അപ്പോൾ അതിൽ നമ്മൾ പറഞ്ഞിരിക്കുന്നത് ആകെ ഒന്നാമത്തെ പറഞ്ഞിരിക്കുന്നത് ഗവൺമെന്റിനുള്ള ബാക്കിയൊക്കെ എംപ്ലോയീസിനും പിന്നെ നമ്മുടെ ഇൻവെസ്റ്റിഗേഷനുള്ള എക്സ്പെൻസസും. ഇത്രയും കാര്യങ്ങളാണ് പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പം ബാക്കി ക്രെഡിറ്റേഴ്സും തന്നിട്ടുണ്ട് അതിൻ്റെ കൂടെ ഇതും കൂടി തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഈ പറഞ്ഞിരിക്കുന്ന 7 പോയിന്റിൽ വരുന്ന കാര്യങ്ങൾക്കാണ് ആദ്യം പേയ്മെന്റ് കൊടുക്കേണ്ടത്. അത് കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ള ക്രെഡിറ്റേഴ്സിന്റെ പേയ്മെന്റ് കൊടുക്കേണ്ടത്. ഇനി നെക്സ്റ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു റിലവന്റ് ഡേറ്റ് എന്ന് പറഞ്ഞ ഒരു സംഭവം അത് ഞാൻ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് ദ റിലവന്റ് ഡേറ്റ് മീൻസ് ഇൻ കേസ് ഓഫ് കമ്പൽസറി വൈൻഡിങ് അപ്പ് ദ ഡേറ്റ് ഓഫ് അപ്പോയിന്റ്മെന്റ് ഓഫ് പ്രൊവിഷണൽ ലിക്വിഡേറ്റർ. അപ്പോൾ ലിക്വിഡേറ്ററിനെ അപ്പോയിന്റ് ചെയ്യുന്ന ഡേറ്റ് ആൻഡ് ഇഫ് നോ സച്ച് അപ്പോയിന്റ്മെന്റ് ഹാസ് ബീൻ മെയ്ഡ്. ഇനി അങ്ങനെ ഒരു അപ്പോയിന്റ്മെന്റ് വന്നില്ലെങ്കിൽ ദ ഡേറ്റ് ഓഫ് വൈൻഡിങ് അപ്പ് ഓർഡർ ഈസ് ദ റെലവൻറ്റ് ഡേറ്റ്. വൈൻഡിങ് അപ്പ് ഓർഡറിന്റെ ഡേറ്റ് ഏതാണോ അതിനാണ് നമ്മൾ റെലവൻറ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. ബട്ട് ഇൻ കേസ് ഓഫ് വോളണ്ടറി വൈൻഡിങ് അപ്പ് ദ ഡേറ്റ് ഓഫ് പാസിംഗ് റെസൊല്യൂഷൻ ഓഫ് വോളണ്ടറി വൈൻഡിങ് അപ്പ് ഈസ് ദ റെലവൻറ്റ് ഡേറ്റ്. അപ്പോൾ വോളണ്ടറി വൈൻഡിങ് അപ്പ് ആണെങ്കിൽ നമ്മൾ അത് കോർട്ടിലെ ഓർഡറോ അല്ലെങ്കിൽ ട്രൈബ്യൂണലിന്റെ ഓർഡറോ ഒന്നല്ല വരുന്നത് അല്ലേ. അപ്പം അങ്ങനത്തെ സിറ്റുവേഷനിലാണെങ്കിൽ നമ്മൾ എപ്പോഴാണോ ആ വൈൻഡിങ് അപ്പിനുള്ള റെസൊല്യൂഷൻ പാസ് ചെയ്തത്, സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ് ചെയ്യേണ്ട സിറ്റുവേഷൻ ഉണ്ട്, ഓർഡിനറി റെസൊല്യൂഷൻ പാസ് ചെയ്യേണ്ട സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ ഏത് റെസൊല്യൂഷൻ ആയാലും റെസൊല്യൂഷൻ എന്നാണോ പാസ് ചെയ്തത് ആ ഡേറ്റിന് നമുക്ക് റെലവൻറ്റ് ഡേറ്റ് എന്ന് പറയാം.
നെക്സ്റ്റ് ഇൻട്രസ്റ്റ് ഓൺ ലോൺ ആൻഡ് ഡിബഞ്ചേഴ്സ്. ഡിബഞ്ചേഴ്സിന്റെ ഇൻട്രസ്റ്റും ലോണിന്റെ ഇൻട്രസ്റ്റും അതിന്റെ കാര്യമാണ് പറയുന്നത്. Where the company is solvent, the company has surplus fund after paying principal and interest up to the date of liquidation. അപ്പോൾ the company solvent ആണെങ്കിൽ, ഇൻസോൾവെന്റ് ആയിട്ടൊന്നും ഡിക്ലെയർ ചെയ്തിട്ടില്ലെങ്കിൽ the interest is payable up to the date of actual payment. അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മൾ ഏതാണോ ആക്ച്വൽ പേയ്മെന്റ് ഡേറ്റ് എന്ന് വെച്ചാൽ അവർക്ക് എപ്പോഴാണ് പേയ്മെന്റ് കൊടുക്കുന്നത് ആ ഡേറ്റ് വരെയുള്ള ഇൻട്രസ്റ്റ് പേ ചെയ്തിരിക്കണം. Where the company is insolvent, the interest is payable up to the date of liquidation. ഈ കമ്പനി ഇൻസോൾവെന്റ് ആണെങ്കിൽ ലിക്വിഡേഷൻ ഡേറ്റ് ഏതാണോ ആ ഡേറ്റ് വരെയുള്ള പേയ്മെന്റ് മാത്രം, ആ ഡേറ്റ് വരെ നമ്മൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. അപ്പം നമ്മൾ സോൾവെന്റ് കമ്പനി ആണെങ്കിൽ എപ്പോഴാണോ അവരുടെ ഇൻട്രസ്റ്റ് റിസീവ് ചെയ്യുന്ന ആ ഡേറ്റ് വരെയുള്ള ഇൻട്രസ്റ്റ് അവർക്ക് കൊടുത്തിരിക്കണം. ഇനി ഇൻസോൾവെന്റ് കമ്പനി ആണെങ്കിൽ ലിക്വിഡേഷൻ നടന്ന ആ ഡേറ്റ് വരെയുള്ള ഇൻട്രസ്റ്റ് റിസീവ് ചെയ്താൽ മതി. അതുവരെ നമ്മൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. അരിയർ ഡിവിഡൻഡ് ഓൺ പ്രിഫറൻസ് ഷെയർസ്. ഇനി പ്രിഫറൻസ് ഷെയർസിന് മേലെ ഡിവിഡൻഡിന് അരിയേഴ്സ് എന്ന് വെച്ചാൽ ഡിവിഡൻഡ് കൊടുക്കാതെ ബാക്കി കിടപ്പുണ്ടെങ്കിൽ അരിയർ ഡിവിഡൻഡ് ഓൺ പ്രിഫറൻസ് ഷെയർ ക്യാൻ ബി പെയ്ഡ് ബിഫോർ എനിത്തിങ് ഈസ് പെയ്ഡ് ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. ഇപ്പം ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് എന്ത് പേയ്മെന്റ് കൊടുക്കുന്നതിന് മുന്നേ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന്, അതാണല്ലോ അവർ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത്, അവർക്ക് പ്രിഫറൻസ് ഉണ്ട്. അപ്പം അവരുടെ എല്ലാ പേയ്മെന്റും കൊടുത്തതിന് ശേഷം മാത്രമേ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് പേയ്മെന്റ് കൊടുക്കാൻ പാടുള്ളൂ. But if the preference dividend has not been declared before the commencement of winding up, it can be paid only after a return of equity share capital. ഇനിയിപ്പോൾ പ്രിഫറൻസ് ഡിവിഡൻഡ് ഡിക്ലെയർഡ് അല്ലെങ്കിൽ, ഇതൊക്കെ നമ്മൾ പറഞ്ഞിരിക്കുന്ന എമൗണ്ട് ഒക്കെ ഡ്യൂ ആയിരിക്കുന്ന എമൗണ്ടിന്റെ കാര്യമാണ്. അപ്പം അങ്ങനെ ഡ്യൂ അല്ലാത്ത സിറ്റുവേഷൻ ആണെങ്കിൽ നമ്മൾ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന്റെ ക്യാപിറ്റൽ റിട്ടേൺ ചെയ്തെന്ന് വെച്ചാൽ അവരുടെ റീപേയ്മെന്റ് ഓഫ് ക്യാപിറ്റലിന് ശേഷം നമ്മൾ ഈ പ്രിഫറൻസ് ഷെയർസിന്റെ എറിയേഴ്സ്, ഡിവിഡൻഡിന്റെ എറിയേഴ്സ് നോക്കിയാൽ മതി. ഓൾറെഡി ഡ്യൂ ആയി കിടക്കുവാണെങ്കിൽ അത് കൊടുത്തതിന് ശേഷം ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് പേയ്മെന്റ് കൊടുക്കാൻ പാടുള്ളൂ. പക്ഷെ ഡ്യൂ അല്ലാത്ത സിറ്റുവേഷൻ ആണെങ്കിൽ നമുക്ക് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനുള്ള പേയ്മെന്റിന് ശേഷം ഡിവിഡൻഡ് ആണ് പറയുന്നത്, അവരുടെ ക്യാപിറ്റൽ റീപേയ്മെന്റ് അല്ല, ഡിവിഡൻഡിലെ അറിയേഴ്സ് അതിനുശേഷം കൊടുത്താൽ മതി. ക്യാപിറ്റൽ റീപേയ്മെന്റ് കൊടുക്കുവാണെങ്കിൽ അത് പ്രിഫറൻസ് ഷെയർസിന് കൊടുത്തിട്ടേ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കാൻ പാടുള്ളൂ. അതിന്റെ കാര്യമല്ല ഇവിടെ പറയുന്നത്, ഡിവിഡൻഡിന്റെ കാര്യമാണ് പറയുന്നത്. നെക്സ്റ്റ് ലിക്വിഡേറ്റേഴ്സ് ഫൈനൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് അക്കൗണ്ട് ആണ്. അപ്പൊ ലിക്വിഡേറ്റർ എന്ന് പറഞ്ഞ ആൾ എന്ത് ചെയ്യും, ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അല്ലെ, നമ്മൾ ലിക്വിഡേഷന്റെ പ്രോസസ് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊക്കെ കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്ത് വെക്കണം. അതിനുവേണ്ടി നമ്മൾ ആദ്യം എന്ത് ചെയ്യും, ഒരു ക്യാഷ് ബുക്ക് ആണ് പ്രിപ്പയർ ചെയ്യുന്നത്. ദ ലിക്വിഡേറ്റർ ഈസ് റിക്വയർഡ് ടു റിയലൈസ് ദ അസറ്റ്സ് ഓഫ് ദ കമ്പനി ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് the proceeds among the right claimants of the company. അസറ്റ്സ് ഒക്കെ സെയിൽ ചെയ്യണം. അതേപോലെ നമ്മൾ ആദ്യം പറഞ്ഞിരിക്കുന്ന നമ്മൾ ആദ്യം തന്നെ പ്രിപ്പയർ ചെയ്തില്ല ലിസ്റ്റ് ഒക്കെ പ്രിപ്പയർ ചെയ്തല്ലോ സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സിൽ. അപ്പൊ അതിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ അസറ്റ്സിനെയും റിയലൈസ് ചെയ്യുക, അതിൽ പറഞ്ഞിരിക്കുന്ന ലാബിലിറ്റീസും ഒക്കെ പേ ഓഫ് ചെയ്യുക, ഇതൊക്കെയാണ് നമ്മൾ ലിക്വിഡേറ്ററുടെ പണി. അപ്പൊ അതൊക്കെ ചെയ്തിരിക്കണം. അപ്പൊ അതൊക്കെ റെക്കോർഡ് ചെയ്യണം അല്ലെ. ഇൻ ഓർഡർ ടു റെക്കോർഡ് ഓൾ റിസീവ്സ് ആൻഡ് പേയ്മെന്റ്സ് ദ ലിക്വിഡേറ്റർ മെയിൻറ്റെയിൻസ് എ പ്രോപ്പർ ക്യാഷ് ബുക്ക്. അപ്പൊ അതിനു വേണ്ടി നമ്മൾ ഒരു ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കും. ഹി ഹാസ് ടു സബ്മിറ്റ് ഇറ്റ് ടു ദ ട്രൈബ്യൂണൽ. ഇപ്പൊ ട്രൈബ്യൂണലിന് എപ്പോഴാണ് കൊടുക്കുന്നത്, ഇൻ കേസ് ഓഫ് കമ്പൽസറി ലിക്വിഡേഷൻ. കമ്പൽസറി ലിക്വിഡേഷൻ ആണെങ്കിൽ ഈ ക്യാഷ് ബുക്ക് എന്ന് വെച്ചാൽ എന്തൊക്കെ ചെയ്തു എന്നുള്ള ഡീറ്റെയിൽസ് അവിടെ സബ്മിറ്റ് ചെയ്തിരിക്കണം. ഓർ വിത്ത് രജിസ്ട്രാർ ഇൻ കേസ് ഓഫ് വോളണ്ടറി ലിക്വിഡേഷൻ. വോളണ്ടറി ലിക്വിഡേഷൻ ആണെങ്കിൽ രജിസ്ട്രാറിനാണ് ഇത് കൊടുക്കേണ്ടത്. എൻ അക്കൗണ്ട് ഓഫ് റിസീവ്സ് ആൻഡ് പേയ്മെന്റ്സ് അറ്റ്ലീസ്റ്റ് ട്വൈസ് എ ഇയർ, ഒരു വർഷത്തിൽ 2 തവണയെങ്കിലും കൊടുത്തിരിക്കണം. അപ്പൊ ഈ ട്വൈസ് എ ഇയർ എന്ന് പറയുന്നത് വെച്ചാൽ അത്രയും ടൈം എടുക്കും നമ്മളെ വൈൻഡിങ് അപ്പ് പ്രൊസീജിയർ കഴിയാനായിട്ട്. ഇപ്പൊ ഒരു വർഷമൊക്കെ എടുക്കും, അപ്പൊ ഒരു വർഷത്തിൽ കൂടുതലും എടുക്കാം. അപ്പൊ ഒരു വർഷത്തിൽ തന്നെ 2 തവണ ഇത് സബ്മിറ്റ് ചെയ്തിരിക്കണം. ആഫ്റ്റർ ദ വൈൻഡിങ് അപ്പ് പ്രൊസീജിയർ ഹി ഹാസ് ടു സബ്മിറ്റ് എ ഫൈനൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് അക്കൗണ്ട് ടു ദ ട്രൈബ്യൂണൽ മെമ്പേഴ്സ് ആൻഡ് ക്രെഡിറ്റേഴ്സ്. ഇനി ഫൈൻഡിങ് അപ്പ് ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് കറക്റ്റ്, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു എന്നുള്ളതിന്റെ ഒരു ഫൈനൽ സ്റ്റേറ്റ്മെന്റ് കൊടുക്കണം. ഇതിനാണ് നമ്മൾ ലിക്വിഡേറ്റേഴ്സ് ഫൈനൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ ട്രൈബ്യൂണലിന് കൊടുക്കണം, മെമ്പേഴ്സിന് കൊടുക്കണം, ക്രെഡിറ്റേഴ്സിന് കൊടുക്കണം. സച്ച് എ സ്റ്റേറ്റ്മെന്റ് ഈസ് ടേംഡ് ആസ് ലിക്വിഡേറ്റേഴ്സ് ഫൈനൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് അക്കൗണ്ട്. അപ്പൊ അതിന്റെ ഫോമാറ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഇതിന് 2 ഫോമാറ്റ് ഉണ്ട് ആക്ച്വലി. ഒന്ന് ഡീറ്റെയിൽ ഫോമാറ്റും ഒന്ന് ഷോർട്ട് ആക്കിയിട്ടുള്ള ഫോമാറ്റും. അപ്പൊ നമ്മൾ പ്രോബ്ലംസ് ചെയ്യുന്നത് ഈ ഫോമാറ്റിലായതുകൊണ്ട് നമുക്ക് ഈ ഫോമാറ്റ് നോക്കാം. അപ്പൊ ഇതിൽ ശരിക്കും കാണിക്കേണ്ട റിസീവ്സും പേയ്മെന്റ്സും ആണ്. എത്ര പൈസ കിട്ടി, അത് ആർക്കൊക്കെ കൊടുത്തു, ഏത് ഓർഡറിൽ കൊടുത്തു, ഓർഡറിൽ തന്നെ കാണിക്കണം. അപ്പൊ നമുക്ക് റിസീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഈസി ആയിട്ട് റിയലൈസ് ചെയ്യുന്നതിന്റെ ഓർഡറിലാണ് സാധാരണ കാണിക്കുക. ഇപ്പൊ ക്യാഷ് അറ്റ് ബാങ്ക് അത് റിയലൈസ് ചെയ്യുന്ന വെച്ചാൽ ക്യാഷ് ആയിട്ട് തന്നെ കിടപ്പുണ്ട് അല്ലെ. പിന്നെ അസറ്റ്സ് റിയലൈസ് ചെയ്തു. അപ്പൊ അസറ്റ്സ് റിയലൈസ് ചെയ്തതിൽ എന്തൊക്കെ കാണിക്കണം, ഓരോന്നായിട്ട് കാണിക്കുക. ഡെറ്റേഴ്സ്, സ്റ്റോക്ക് ഇൻ ട്രേഡ്, ഇൻവെസ്റ്റ്മെന്റ്സ്, ഫ്രീ ഹോൾഡ് പ്രോപ്പർട്ടി, പ്ലാന്റ് ആൻഡ് മെഷീനറി, ഫർണിച്ചർ ആൻഡ് ഫിറ്റിംഗ്, സർപ്ലസ് ഫ്രം സെക്യൂരിറ്റീസ് ഗിവൺ ടു സെക്യൂർഡ് ക്രെഡിറ്റേഴ്സ്. ഇത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സെക്യൂർഡ് ക്രെഡിറ്റേഴ്സിന് ചില അസറ്റ്സ്
നമ്മൾ നേരത്തെ ഷെഡ്യൂൾ 1-ൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അസറ്റ്സ് പ്ലെഡ്ജ്ഡ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ പ്ലെഡ്ജ്ഡ് ചെയ്തിരിക്കുന്ന നമ്മളിപ്പം അതിൻ്റെ മേലെ ഒരു ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ ആ ലോണിൽ അവർക്കുള്ള പേയ്മെന്റ് കൊടുത്തതിന് ശേഷം ബാക്കി എത്രയുണ്ട് അതാണ് സർപ്ലസ് ഫ്രം സെക്യൂരിറ്റീസ് ഗിവൺ ടു സെക്യൂർഡ് ക്രെഡിറ്റേഴ്സ്. അങ്ങനെ ആയിരിക്കും നമ്മൾ സെക്യൂരിറ്റി ആയിട്ട് കൊടുത്ത ഒരു അസറ്റ് ഉണ്ടെങ്കിൽ അവരുടെ പേയ്മെന്റിന് ശേഷം ബാക്കി എത്രയുണ്ട് അതിവിടെ കാണിക്കാം. ഇപ്പോൾ ഒരു 5 lakhന്റെ ലാൻഡ് ആണ്, അതിൽ 2 lakhന്റെ ലോണിന് വേണ്ടി നമ്മൾ പ്ലെഡ്ജ് ചെയ്തിട്ടുണ്ടെങ്കിൽ 2 lakh അവർക്ക് കൊടുക്കണം അല്ലേ, ബാക്കി 3 lakh മാത്രമേ നമുക്കുള്ളൂ. അപ്പോൾ ആ എമൗണ്ട് ആണ് ഇവിടെ കാണിക്കേണ്ടത്. നെക്സ്റ്റ് കോൾസ് ഇൻ ഏരിയസ് കളക്റ്റഡ്. ഇനിയിപ്പം അൺപെയ്ഡ് ആയിട്ട് കോള് കംപ്ലീറ്റ് വിളിച്ചു കഴിഞ്ഞില്ലെങ്കിൽ ആ ബാക്കിയുള്ള എമൗണ്ട് നമ്മൾ വിളിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ആ എമൗണ്ട് ഇവിടെ കാണിക്കണം. ഇതിൽ എല്ലാ ഐറ്റംസും ഉണ്ടാവണമെന്നില്ല. കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് നോക്കാം, അതിൽ എന്തൊക്കെ അസറ്റ്സ് ഉണ്ട്, എന്തൊക്കെയാണ് സെക്യൂർഡ്, ഇനി കോൾസ് ഫുൾ വിളിച്ചിട്ടില്ലേ നോക്കിയിട്ട് മാത്രം അതിന്റെ കോൾ വിളിക്കാൻ പറയുന്നുണ്ടോ, ഇതൊക്കെ നോക്കി ചെയ്താൽ മതി. ഇത് ഫോമാറ്റ് ഏകദേശം പറയുവാണ് ഇത്ര ഐറ്റംസ് ആണ്. നമുക്ക് റിസീവ് സൈഡിൽ അപ്പം നമ്മൾ കാണിക്കേണ്ടത് നമുക്ക് കിട്ടാനുള്ള എല്ലാ ഐറ്റംസും അത് നമ്മൾ റിയലൈസ് ചെയ്തെടുത്തിരിക്കുന്നത് എത്രയാണ് എമൗണ്ട്, അതാണ് റിസീവ്സിൽ. പേയ്മെന്റ്സിൽ എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ പേയ്മെന്റ് കൊടുത്ത് തീർത്തതാണ്. ഇപ്പോൾ പേയ്മെന്റ്സ് കാണിക്കുന്ന സമയത്ത് ഓർഡറിലാണ് നമ്മൾ കാണിക്കാം. ആദ്യം നമ്മൾ ലിക്വിഡേഷൻ എക്സ്പെൻസ് പേ ചെയ്യണം. ഇപ്പോൾ ലിക്വിഡേഷൻ എന്തൊക്കെ എക്സ്പെൻസ് വന്നിട്ടുണ്ട് അത് പേ ചെയ്യണം. പിന്നെ ലിക്വിഡേറ്ററിന് റെമൻഡേഷൻ ഉണ്ടല്ലോ, ലിക്വിഡേറ്റർ വെറുതെ അല്ലല്ലോ ഈ പണിയൊക്കെ എടുക്കുന്നത്. അപ്പോൾ ലിക്വിഡേറ്ററിന് റെമൻഡേഷൻ ഉണ്ട്, ലിക്വിഡേറ്റേഴ്സ് റെമൻഡേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള മെത്തേഡ്സ് ഒക്കെ ഉണ്ട് പല സിറ്റുവേഷനിൽ ചെയ്യുന്നത്, അതൊക്കെ നമുക്ക് പഠിക്കാം. ഇപ്പോൾ ജസ്റ്റ് മനസ്സിലാക്കുക. രണ്ടാമത് നമ്മൾ കൊടുക്കേണ്ടത് ലിക്വിഡേറ്ററിന്റെ റെമൻഡേഷൻ ആണ്. മൂന്നാമത്തത് ഡിബഞ്ചേഴ്സ് ഹാവിങ് എ ഫ്ലോട്ടിംഗ് ചാർജ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡിബഞ്ചർ ഹോൾഡേഴ്സിന്റെ പേയ്മെന്റാണ് കൊടുക്കേണ്ടത്. അത് കഴിഞ്ഞ് നമ്മൾ ക്രെഡിറ്റേഴ്സിനെയാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ക്രെഡിറ്റേഴ്സിന് കൊടുക്കുന്ന സമയത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട് പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ് ഉണ്ടെങ്കിൽ ആദ്യം കൊടുക്കണം, അത് കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ള അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സിന്റെ. ഇപ്പൊ അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് തന്നെയാണ് പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത്, അവർക്ക് സെക്യൂരിറ്റി ഉണ്ടെന്നല്ല അർത്ഥം. പക്ഷെ നമ്മൾ ആക്ട് പ്രകാരം നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഇവർക്കൊക്കെ ഒരു പ്രിഫറൻസ് കൊടുക്കണം. അപ്പൊ അവരുടെ കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞിട്ട് ബാക്കി നമ്മൾ അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സിന് കൊടുത്തു. അത് കഴിഞ്ഞ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന്റെ പേയ്മെന്റ് ആണ്, അത് കഴിഞ്ഞ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന്റെ പേയ്മെന്റ്. ഇതാണ് നമ്മൾ ലിക്വിഡേറ്റേഴ്സ് ഫൈനൽ സ്റ്റേറ്റ്മെന്റ്. ഇനിയിപ്പം നമ്മൾ റിസീവ് സൈഡിലുള്ള എമൗണ്ട് ഒക്കെ എടുത്തു കഴിഞ്ഞു. അതിനുശേഷം പേയ്മെന്റ് സൈഡിൽ നമ്മൾ നോക്കുമ്പോൾ പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സിന്റെ പേയ്മെന്റ് വരെ കൊടുക്കാനുള്ള പൈസ നമ്മുടെ കയ്യിലുള്ളൂ എങ്കിൽ അത്ര കാണിച്ചാൽ മതി, ബാക്കി നമ്മൾ കാണിക്കണ്ട. അപ്പോൾ ഫുള്ളാണ് നമുക്ക് ഇതിൽ കാണിച്ചിരിക്കുന്നത്. ഇത് കംപ്ലീറ്റ് ഇതുപോലെ വരണമെന്നില്ല നമുക്ക്. അപ്പം ഇതിൽ എന്തൊക്കെയാണ് നമുക്ക് ഐറ്റംസ് ഉള്ളത് എസ് എസ് ഐയിൽ ഇപ്പം നമുക്ക് കിട്ടിയിരിക്കുന്നത് 10 lakh ആണ് ടോട്ടൽ റിസീവ്സ് കിട്ടിയിരിക്കുന്നത്. അതിൽ നമ്മൾ 10 lakh ലിക്വിഡേഷൻ എക്സ്പെൻസ് ഓരോന്നോരോന്നായിട്ട് എഴുതുമ്പോൾ നമ്മൾ കയ്യിൽ ബാലൻസ് ഉണ്ടോ എന്ന് നോക്കണം ബാക്കിയുള്ളവർക്ക് കൊടുക്കാൻ. ഇതെന്താ ചെയ്യുന്നത് വെച്ചാൽ അസറ്റ് ഒക്കെ വിറ്റ് പൈസ ഒക്കെ എടുത്ത് ബാക്കിയുള്ള പേയ്മെന്റ് ഒക്കെ കൊടുക്കുവാണ്. അപ്പം നമ്മൾ പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സിന് കൊടുത്ത് അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സിന് കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് പൈസ തീർന്നു കഴിഞ്ഞാൽ പിന്നെ ഷെയർ ഹോൾഡേഴ്സിനൊന്നും കൊടുക്കുന്നില്ല. അപ്പം ആ രീതിയിലാണ് നമ്മളിത് പ്രിപ്പയർ ചെയ്യേണ്ടത്. ഇനി നമുക്ക് കുറച്ച് ടിപ്സ് നോക്കാം. നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ഇഫ് ദർ ഈസ് എനി സർപ്ലസ് ആഫ്റ്റർ മേക്കിംഗ് ദ എബവ് പേയ്മെന്റ്സ്, ഈ പേയ്മെന്റ്സ് ഒക്കെ വെച്ച് കഴിഞ്ഞിട്ട് എന്തെങ്കിലും എമൗണ്ട് നമുക്ക് ബാക്കിയുണ്ടെങ്കിൽ എന്ന് വെച്ചാൽ നമ്മൾ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് വരെ പേയ്മെന്റ് കൊടുത്തു, എന്നിട്ട് നമ്മുടെ കയ്യിൽ പൈസ ബാക്കി ഉണ്ടെങ്കിൽ അത് എന്ത് ചെയ്യണം, പിന്നെ നമ്മൾ കൊടുക്കേണ്ട ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനാണ്. unless it has been specifically mentioned as preference shares are participating preference shares എന്ന് നമ്മളോട് പറയാണ്. പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയർ ആണെന്ന് പറയുവാണെങ്കിൽ മാത്രം അവർക്കും കൊടുക്കണം, അല്ലെങ്കിൽ മുഴുവൻ നമ്മൾ ബാക്കി ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനാണ്. നമ്മൾ പറഞ്ഞു ഇപ്പം പേയ്മെന്റ് സൈഡിൽ ഇത്ര പൈസ ആയിക്കഴിഞ്ഞാൽ അവിടെ സ്റ്റോപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു, അതിന് നേരെ ഓപ്പോസിറ്റ് നടക്കുക അല്ലേ. ഇവരെല്ലാവരുടെ പേയ്മെന്റ് കൊടുത്തിട്ട് നമ്മുടെ കയ്യിൽ പൈസ ബാക്കി ഉണ്ടാവാനുള്ള സിറ്റുവേഷൻ വരാം. അപ്പം അങ്ങനെയാണെങ്കിലുള്ള കാര്യമാണ് നമ്മൾ പഠിച്ചത്. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനാണ് കൊടുക്കേണ്ടത്, എക്സെപ്റ്റ് നമ്മൾ പ്രിഫറൻസ് ഷെയറിന് പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയർ ആണ് പറയുവാണെങ്കിൽ അവർക്കും കൂടി നമ്മൾ പേയ്മെന്റ് കൊടുക്കണം. നെക്സ്റ്റ്, അരിയേഴ്സ് ഓഫ് പ്രിഫറൻസ് ഡിവിഡൻഡ് ഷാൽ ബി പെയ്ഡ് ബിഫോർ മേക്കിംഗ് പേയ്മെന്റ് ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് പേയ്മെന്റ് കൊടുക്കുന്നതിന് മുന്നേ പ്രിഫറൻസ് ഡിവിഡൻഡിന്റെ അരിയേഴ്സ് ഉണ്ടെങ്കിൽ കൊടുക്കണം. നമ്മളത് ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലേ. ഡ്യൂ ആയ എമൗണ്ട് ആണെങ്കിലാണ് ഇങ്ങനെ കൊടുക്കേണ്ടത്. നെക്സ്റ്റ്, കോൾസ് ഇൻ അഡ്വാൻസ് ഷാൽ ബി പെയ്ഡ് ബിഫോർ റീപേയ്മെന്റ് ഓഫ് പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ഓഫ് ദാറ്റ് ക്ലാസ്. ഇപ്പോൾ കോൾസിന് അഡ്വാൻസ് ഉണ്ടെങ്കിൽ നമ്മളിപ്പം ഏത് ക്ലാസ് ഓഫ് ഷെയർസിനാണ്, ഇപ്പം പ്രിഫറൻസ് ഷെയർസിനാണ് കോൾസിന് അഡ്വാൻസ് വരുന്നതെങ്കിൽ ആ പ്രിഫറൻസ് ഷെയർസിന്റെ പേയ്മെന്റ് കൊടുക്കുന്നതിന് മുന്നേ കോൾസിന് അഡ്വാൻസിന്റെ പേയ്മെന്റ് ആണ് കൊടുക്കേണ്ടത്. Next, the workmen of the company in liquidation have been made secured creditors in respect of their claims. അതുപോലെ തന്നെ നമ്മൾ വർക്ക്മെൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ എംപ്ലോയീസിനെ നമ്മൾ സെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് എന്നുള്ള രീതിയിലാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഫോർ വേജസ് നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലേ പ്രിഫറൻഷ്യൽ ആയിട്ട് ട്രീറ്റ് ചെയ്യുവാണ്. ഫോർ വേജസ്, സാലറി, ഹോൾഡർ റെമൻഡേഷൻ, പ്രൊവിഡന്റ് ഫണ്ട്, പെൻഷൻ ഫണ്ട്, ഗ്രാറ്റുവിറ്റി എക്സെട്ര. The workmen's dues will be treated as secured creditors and ranking
വിത്ത് അതർ സെക്യൂർഡ് ക്രെഡിറ്റേഴ്സ്. അപ്പോൾ അവർക്ക് അതിനുള്ള റാങ്കിങ്ങും നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കണം. അപ്പം നമ്മൾ പറഞ്ഞിരിക്കുന്നത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്, പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ് എന്നുള്ള രീതിയിൽ ഇവരെ ട്രീറ്റ് ചെയ്യണം. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചിരിക്കുന്ന അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ്സ് ആണ്. അപ്പോൾ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ്സിൽ ഓരോരോ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. നമ്മൾ എന്തൊക്കെയാണ് ആദ്യം നമ്മൾ ചെയ്യുന്നത്, എന്താണ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്യണം. അതുപോലെ ഡെഫിഷ്യൻസി അക്കൗണ്ടിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ട്, പിന്നെ കോൺട്രിബ്യൂട്ടറി എന്ന് പറഞ്ഞാൽ ആരാണ്, പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാണ്, റെലവൻറ്റ് ഡേറ്റ് എന്താണ്, ഇൻട്രസ്റ്റ് ഓൺ ലോൺസ് ആൻഡ് ഡിബെഞ്ചേഴ്സ് എങ്ങനെ ട്രീറ്റ് ചെയ്യും, അരിയേഴ്സ് ഓഫ് പ്രിഫറൻസ് ഡിവിഡൻഡ് എങ്ങനെ ട്രീറ്റ് ചെയ്യും, പിന്നെ ലിക്വിഡേറ്ററിന്റെ ഫൈനൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് അക്കൗണ്ട്സ് അതിന്റെ ഫോമാറ്റ് നമ്മൾ പഠിച്ചു. പിന്നെ പ്രാക്ടിക്കലി നമ്മൾ നോക്കേണ്ട കുറച്ച് ടിപ്സ് എന്തൊക്കെയാണ്, ഇത്രയും കാര്യങ്ങളാണ് നോക്കിയത്. അപ്പം നിങ്ങളുടെ സിലബസിനകത്ത് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന ലിക്വിഡേറ്റേഴ്സ് ഫൈനൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് അക്കൗണ്ട്സ് മാത്രമാണ് നിങ്ങൾക്ക് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സും ഡെഫിഷ്യൻസി അക്കൗണ്ടും പ്രിപ്പയർ ചെയ്യാനില്ല. അപ്പോൾ നമുക്ക് പ്രോബ്ലംസ് ചെയ്യേണ്ടത് ലിക്വിഡേറ്റേഴ്സ് ഫൈനൽ സ്റ്റേറ്റ്മെന്റ് അക്കൗണ്ട് ആണ്. ഫൈനൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് അക്കൗണ്ട് ചെയ്യുന്ന സമയത്ത് അത് ലിക്വിഡേറ്റേഴ്സ് റെമൻഡേഷനും കൂടി ചെയ്യാനുണ്ട്. അതുകൊണ്ട് നമുക്ക് ലിക്വിഡേറ്റേഴ്സ് റെമൻഡേഷന്റെ കാൽക്കുലേഷൻ നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ ഇതുവരെയുള്ള എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കൂടി വീണ്ടും കാണാം. അതുവരയ്ക്കും ഹാപ്പി ലേണിംഗ്.